89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ ഈ ഒരു കോട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് പറന്ന് എത്താനായിട്ട് പോകുന്നത്. സോ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന ഗസ്റ്റിനെ നമ്മളിതാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ച് ആൻഡ് ഓതർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ആന്റണി ജോയ് സർ. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ സർഗക്ഷേത്ര ഫാമിലിയിലേക്ക് സാറിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു ദിവസം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഉയരെ ഷോയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതൊരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. പക്ഷെ അതിനു മുൻപ് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം വരാൻ സാധിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും കേൾക്കാനുള്ള എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. നമുക്ക് വീണ്ടും സംസാരിക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ഈ ആരോഗ്യം എന്ന് പറയുന്ന കാര്യം, ശാരീരിക ആരോഗ്യമുണ്ട്, മാനസികാരോഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും ശാരീരിക ആരോഗ്യം പല മരുന്നുകളും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു വിധം ശരിയാകും. പക്ഷേ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കണം, മനസ്സിനെ മനസ്സിലാക്കി പെരുമാറിയാൽ മാത്രമേ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അവെയറാണ്. ഓക്കെ. പക്ഷെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എത്ര അവെയറാണെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് നമ്മളിപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാനും എന്നെയും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ ഈ ദിവസം മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്തു? ഉത്തരം വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വളർത്താൻ നമ്മൾ എന്ത് ചെയ്തു? പലരുടെ ഉത്തരം 0 ആയിരിക്കും. പലരും ഒന്നും ചെയ്തിട്ട്, ഇപ്പം നമ്മൾ കുളിച്ചിട്ടുണ്ട്, പല്ല് വെച്ചിട്ടുണ്ട്, ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട്, അയൺ ചെയ്തിട്ടുണ്ട്, നെയിൽ വെട്ടിയിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹൈജീൻ ചെയ്ത് ഇത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കില്ല? തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷേ ഡയറക്ട്ലി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല, ഉയർന്നു വരുന്നില്ല. അതൊരു കൾച്ചറായിട്ട് വരണം, അതാണ് ആഗ്രഹം. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചാലില്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോവുമോ മാനസിക രോഗം വരുമോ ഒന്നും ചെയ്യില്ല. ഘട്ടം ഘട്ടമായിട്ട് കുറേ നാളുകൾ കൊണ്ടാണ് ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് സഡനായിട്ടൊരു മരണം കാണുന്നു, ഒരു ട്രോമാറ്റിക് ഇവൻറ്റിലേക്ക് ഒരു മാനസിക നില തെറ്റിപ്പോവാം. അതൊക്കെ വളരെ റെയർ കേസാണ്. ബാക്കിയെല്ലാം വർഷങ്ങളും മാസങ്ങളുമായിട്ട് സഹിച്ചിട്ടാണ് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? സോൾവ് ചെയ്യാനും പിന്നെ എന്താ പറയുക, പ്രിക്കോഷൻ എടുക്കാൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ കൂടെ പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്, പ്രിവെൻഷൻ നോക്കേണ്ടതുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. എന്തായാലും മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിക്കാനുള്ള ഒരാൾ തന്നെയാണ് ആന്റണി സാർ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടത്തത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണത്? അത് 2020 ആദ്യം നടന്നു. അത് ഒരു 257 കിലോമീറ്റർ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് നടന്ന് സമയത്ത് കോവിഡ് വന്ന് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. പിന്നെ ഏകദേശം കുറച്ചിങ്ങനെ പോയി, കോവിഡ് നമ്മളെ അങ്ങോട്ട് തകർത്തു, കുറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്ന്. പിന്നെ 2025 മാർച്ചിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് നടത്താൻ പ്ലാൻ ചെയ്തു. ശ്രീ ഗോപിനാഥ് മുതുകാട് സാറ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അങ്ങനെ 43 ദിവസം വണ്ടി ഉപയോഗിക്കാതെ, വണ്ടി എൻ്റെ കൂടെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടുനിന്ന് സാർ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം വാഹനത്തിൽ കയറാതെ 1075 കിലോമീറ്റർ കാസർഗോഡ് വരെ കാൽനടയായിട്ട് നടന്ന് പോകുന്ന വഴികളിലൂടെ ആളുകളോട് സംസാരിച്ചുകൊണ്ടാണ് പോയത്. പരസ്യങ്ങളോ സ്പോൺസർഷിപ്പോ ഒന്നും സ്വീകരിക്കാതെയാണ് ഇത് ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒരു ബിസിനസ് സാധ്യതയേക്കാൾ ഉപരി ആളുകളുടെ ഒരു അവയർനെസ്, ഒരു കൾച്ചറായിട്ട് മാറണം. ഒരു ദിവസം ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് നമുക്കൊരു മാറ്റം വരുന്നൊരു കാര്യമല്ല. മെൻ്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള എൻ്റെ ഒരു വിഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ നടന്നിട്ട് നാട്ടുകാർക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് മാർച്ചിൽ ഈ നടത്തം എക്സിക്യൂട്ട് ചെയ്തത്. ഓ ഗ്രേറ്റ്. എന്തായാലും ഞാനിവിടെ ഇരുന്ന് ആലോചിക്കാട്ടോ, നടത്തം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ മെസ്സിലേക്ക് നടക്കാൻ ഒരു 15 മിനിറ്റ് ഉണ്ട്. ഞങ്ങളപ്പോൾ ആ നടത്തം ഏതെങ്കിലും തരത്തിലൊന്ന് നടത്തം മാറിക്കിട്ടാൻ ഏതെങ്കിലും വാഹനത്തെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നടക്കാൻ ഇഷ്ടമാണ് കേട്ടോ. നമുക്കറിയാലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നടത്തമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, മറ്റേ അലൻസിയറാണോ ജാഫർ ഇടുക്കിയാണോ എനിക്കറിയില്ല, സിനിമയിൽ പറയുന്നുണ്ട് ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറയുന്നത്.
അതെ, നമ്മുടെ മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ പറയുന്നത് എന്റെ മാനന്തവാടി മുതൽ കുറ്റ്യാടി വരെയൊക്കെ നടന്നത് ഏകദേശം 52 കിലോമീറ്റർ ഒരു ദിവസം. 52 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് ഫുൾ വെയിലാണ്, പകലാണ്, ഫുൾ വെയിലാണ്. യാതൊരു ചുരം ഇറങ്ങുന്ന സമയത്ത് വേറെ കടകളില്ല, പിന്നെ റെസ്റ്റ് ചെയ്യാനൊരു സ്ഥലങ്ങളില്ല. മരത്തിന്റെ കുറച്ച് സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ വൈകുന്നേരം അവിടെ എത്തിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് പക്ഷേ ആ ഒരു വിഷൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് ഉണ്ടാകുന്നില്ല. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ആക്ച്വലി നമുക്കറിയാം കുറച്ചധികം ദൂരമാണല്ലോ ഇതുള്ളത്. നമുക്കിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എത്തുന്ന സ്ഥലമല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പല ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ക്ലൈമറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വിശപ്പും ദാഹവും, നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ, ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അത്യാവശ്യം വന്നാൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ബുദ്ധിമുട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. കാരണം ആ ഒരു നീഡ് ഫീൽ ചെയ്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് എന്ത് ബ്രേക്ക് ചെയ്യണം, നടക്കില്ല എന്നുള്ള തീരുമാനം ബ്രേക്ക് ചെയ്ത് വാഹനത്തിൽ കയറണം. അങ്ങനെ ഒരു സ്ഥലത്ത് പോലും എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ബുദ്ധിമുട്ടിയിട്ട് വാഹനത്തിൽ കയറേണ്ടി വന്നിട്ടില്ല. ബ്ലിസ്റ്റേഴ്സ് അടിച്ചിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. പെരിന്തൽമണ്ണ എത്തുന്നതിന് തൊട്ട് മുമ്പ് 5 കിലോമീറ്റർ മുമ്പ് കാല് നന്നായിട്ട് ബബിള് ബ്ലിസ്റ്റർ ഫീൽ ചെയ്ത് ഷൂ അഴിച്ചു. ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടത്തില്ല, കാരണം വലുതായിട്ട് കൊമള പൊങ്ങി. പിന്നെ സ്ലിപ്പർ ഇട്ടിട്ടാണ് 5 കിലോമീറ്റർ. ആ 5 കിലോമീറ്റർ ആണ് എൻ്റെ ഓർമ്മയിൽ അത്രയും. അതായത് 5 കിലോമീറ്റർ നടക്കാൻ ഏകദേശം 2.5-3 മണിക്കൂർ എടുത്തു. കാല് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഈവൻ ദെൻ അത് ആ ഒരു സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റി. ഇത് നടന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള ചെറിയൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും അത് പരസ്യത്തിന്റെ പേരിൽ വലിയൊരു ബിസിനസ് സാധ്യത മാത്രമായി മാറരുത് എന്നുള്ളത് കൊണ്ടും പരസ്യങ്ങൾ ഉപയോഗിച്ചില്ല. അടുത്തൊരു നടത്തം താമസിയാതെ വരും, കൂടുതൽ വിപുലമായിട്ടൊരു സാധനം ഒന്നുകൂടെ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിചാരിച്ചൊരു ലക്ഷ്യത്തിലേക്ക് ആ നടത്തം എത്തിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഈ നടന്ന് 6 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചെലവാക്കുന്നു. ഈ 43 ദിവസം നടത്തത്തിന് മാത്രം പ്രിപ്പറേഷനും റെസ്റ്റിനും വേണ്ടി വേറെ കുറെ ഒരു 3-4 മാസം ഇതിനു വേണ്ടി ചെലവാക്കുമ്പോൾ കുറേ ആളുകളിലേക്ക് മെന്റൽ ഹെൽത്തിന്റെ കൾച്ചർ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പൊ ആ ലക്ഷ്യത്തിൽ എത്തുന്ന തരത്തിൽ ഒരു നടത്തം വീണ്ടും എൻ്റെ എക്സിക്യൂഷനിൽ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ പാളിച്ച വന്നിട്ടുണ്ട്. ആ പാളിച്ചകൾ തിരുത്തി ഒന്നുകൂടി നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും നടക്കും. എന്തായാലും എക്സ്പീരിയൻസ്, നമ്മളെപ്പോഴും പറയല്ലോ അനുഭവമാണ് ഗുരുന്ന്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നടത്തത്തിൽ എന്തൊക്കെ കുറവുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് നടക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. സോ നമുക്കൊരു പാട്ടിലേക്ക് പോയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേക്കാലും. ഓക്കെ, കേട്ടോണ്ടിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ച് ആൻഡ് ഓതർ ആയിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സാറിനെ പറ്റി ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, ശ്രമിച്ചാൽ എനിക്കും സാധിക്കും, എങ്കിൽ ശ്രമിക്കാം അല്ലേ? ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, സത്യമാണോ? തീർച്ചയായിട്ടും. അത് ഏകദേശം അത്ഭുതകരമായി സംഭവിച്ചൊരു പുസ്തകമാണ്. കാരണം ട്രെയിനിങ് മേഖലയിലേക്ക് വന്ന അവിചാരിതമായിട്ടാണ്. അങ്ങനെ ട്രെയിനിങ് മേഖലയിലേക്ക് വന്ന സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് 2018 ട്രെയിനിങ് മേഖലയിൽ നിന്നും നിർത്തുക എന്നുള്ള രീതിയിൽ. കാരണം എന്താ വെച്ചാൽ ഈ റോളിങ് തന്നെ നടത്തുന്ന സമയത്ത് എനിക്ക് ട്രെയിനിങ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ വന്നാൽ ക്വാളിറ്റി പോകുന്നുള്ളൊരു പേടി, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ ക്രൈസിസിൽ മുങ്ങി തന്നൊരു സമയത്ത് ഞാൻ ഡിസംബർ 21 എനിക്ക് തോന്നുന്നു 2018 ഡിസംബർ 21 എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടു, ട്രെയിനിങ് മേഖലയിൽ നിന്ന് വിടവാങ്ങുന്നു. കുറേ പേരെന്നെ വിളിച്ചു, കുറച്ച് പേരെന്നെ വിളിച്ചു, നിർത്തുകയാണല്ലോ വരുവല്ലോ തിരിച്ച് എന്നുള്ള അർത്ഥത്തിൽ പോലും വിളിച്ചവരുണ്ട്. കാരണം ഒരു കോമ്പറ്റേറ്റിംഗ് ഫീൽ ആവാം. കുറേ അധികം ആളുകൾ എന്തു പറ്റി എന്ന് ചോദിക്കാൻ വിളിച്ചു, പക്ഷെ എനിക്കൊന്നിനും ഉത്തരങ്ങളില്ല. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ദ ഡെഡ് എൻഡ് വാസ് ദെയർ. അങ്ങനെ ഫസ്റ്റ് ദിവസം അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്, ഫാമിലി തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ചോദിച്ചു, ഇനി എന്താ പരിപാടി ഉദ്ദേശിക്കണേ? അപ്പോൾ എനിക്കൊരു ഉത്തരവില്ല എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം ആകെ ഞാൻ എല്ലാ പണികളും ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെയിനിങ്ങിലാണ് ഞാൻ കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ദിവസം കിടന്നുറങ്ങി. 2ാമത്തെ ദിവസം ഒരു പുസ്തകം എഴുതാനൊരാഗ്രഹം, പക്ഷേ പുറത്ത് പറയാൻ മടി. കാരണം ട്രെയിനിങ് കുറേ കൊല്ലമായിട്ടുള്ള ട്രെയിനിങ് നിർത്തിയിട്ട് ഇനി ഈ പുസ്തകം എഴുതാൻ പോകുന്ന പറയുമ്പോൾ കളിയാക്കുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം റൂമിൽ കയറിയിരുന്ന് എഴുതി തുടങ്ങി. 66ഓളം ടോപ്പിക് ജസ്റ്റ് ഹെഡിങ്ങുകൾ മാത്രം എഴുതി വെച്ചു. ഒരു 2 ടോപ്പിക്കിൻ്റെ കണ്ടന്റ് എഴുതി. ഈ കണ്ടന്റ് എഴുതി വൈഫിനെയും കാണിച്ചു, എൻ്റെ 2 സുഹൃത്തുക്കളെയും കാണിച്ചു. ഇവർ പറഞ്ഞു അത് കൊള്ളാടാ, നീ എഴുതിക്കൊന്നു.
അങ്ങനെ 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത പുസ്തകമാണ് ഒന്നാം ഭാഗം, ശ്രമിച്ചാൽ എനിക്കും സാധിക്കും എങ്കിൽ ശ്രമിക്കാമല്ലേ. അത് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷാണെങ്കിലും അങ്ങനെ ഒത്തിരി പേര് വായിച്ച് അഭിപ്രായം പറയുകയും അതുപോലെ ഈ പുസ്തകം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ട് 6ഓളം പുസ്തകങ്ങൾ ആളുകൾ എഴുതിയിട്ടുണ്ടെന്നുള്ളതും എൻ്റെ വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഒരു വലിയ അച്ചീവ്മെന്റ്. വിത്തൗട്ട് എനി നെറ്റ്വർക്ക്, അതായത് ബുക്ക് സ്റ്റാളുകളിലൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1-2 ബുക്ക് സ്റ്റാൾ മാത്രം നമ്മുടെ പരിചയത്തിന് പേരിൽ വെച്ചതല്ലാതെ 8000-ഓളം കോപ്പികൾ അത് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റി. രണ്ടാമത്തെ ഭാഗം ആളുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ രണ്ടാമത്തെ ഭാഗം എഴുതി. അത് ഏകദേശം 2000-ഓളം കോപ്പി അത് സെല്ല് ചെയ്തു. 2020 സെല്ല് ചെയ്തു. അങ്ങനെ സംഭവിച്ച ഒരു അത്ഭുതകരമായ ബുക്ക്. അതിന്റെ മാനുസ്ക്രിപ്റ്റ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. പെട്ടിത്തിരുത്തലുകൾ ഇല്ലാത്തൊരു മാനുസ്ക്രിപ്റ്റ് ആണത്. അത്രയും പെർഫെക്റ്റ് ആണല്ലേ. ഒരു DTP എടുത്തപ്പോൾ കുറെ കറക്ഷൻസും ആഡ് ഓൺസും ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ മാനുസ്ക്രിപ്റ്റ് എഴുതി പോകുമ്പോൾ ഒരു ഫ്ലോ പോലെ ഇങ്ങനെ വന്നൊരു സാധനമാണ്. ആ ബുക്ക് 4 ഇപ്പോഴും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. വളരെ ചുരുക്കം എനിക്ക് തന്നെ സംശയമുണ്ട് ഇത് എങ്ങനെ ഈ സാധനം വന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള സാധനം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഡെഡ് എൻഡ് ഫീൽ ചെയ്യും, പക്ഷേ അത് ഡെഡ് എൻഡ് ആവണമെന്നില്ല. അപ്പോഴാണ് നമ്മുടെ കഥയുടെ ഈ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലിന്റെ പ്രാധാന്യം. ഞാൻ ആ ബുക്കിൽ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ബുക്ക് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചാൽ എനിക്കും സാധിക്കും എന്ന് സ്വയം ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ചോദിക്കേണ്ട ചോദ്യമാണ് എങ്കിൽ ശ്രമിക്കാമല്ലേ. അതാണ് ആ ബുക്കിന്റെ ടൈറ്റിലിന്റെ മീനിങ്. ശ്രമിച്ചാൽ നമ്മൾ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നു. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാണ് ശ്രമിച്ചാൽ എനിക്ക് സാധിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എങ്കിൽ ശ്രമിക്കാമല്ലേ എന്ന് നോക്കിക്കൂടെ. അതാണ് ആ ബുക്കിന്റെ ടൈറ്റിൽ. പിന്നെ മറ്റൊരു സാധനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് മോട്ടിവേഷൻ ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം സാധിക്കില്ല. കാരണം അന്നയ്ക്ക് സാധിക്കുന്ന കാര്യമുണ്ട്, അതിൽ അന്ന ശ്രമിക്കണം. എനിക്ക് സാധിക്കുന്നൊരു അന്ന ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ എല്ലാം സാധിക്കുന്നുള്ളതിനുപരി എനിക്ക് സാധിക്കുന്ന എന്തെന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളിടത്താണ് സക്സസ് ഉള്ളത്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും സാറിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ റേഡിയോയിൽ ഇതാ ബ്യൂട്ടിഫുൾ സോങ്സ് വരാനുള്ള സമയമായിട്ടുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ച് ആൻഡ് ഓതർ ആയിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സാർ, വീണ്ടും സ്വാഗതം. സന്തോഷം. നമ്മൾ കുറച്ച് മുൻപ് പുസ്തകത്തിന്റെ കാര്യവും അതുപോലെ മെന്റൽ ഹെൽത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ നമ്മൾ ഇനി ടോപ്പിക്കിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സാർ തന്നെ പറയുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഈ പേര് പഠിക്കാനേ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഈ ഒരു പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ശരിക്കും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പേരിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ഈ ഒരു സബ്ജക്ട്? വളരെ ലളിതമാണ്. കാരണം നമുക്കൊരു പുതിയ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഒരു ഫെമിലാരിറ്റി ഫീൽ ചെയ്യും. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം അല്ലെ, നമ്മുടെ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരം എന്ന് പറഞ്ഞാൽ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ആ ഭാഷയല്ല. നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഭാഷയുണ്ട്. അതായത് ഇപ്പൊ എന്നെ ഒരാൾ പൊട്ടനാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാനത് ഉള്ളിലേക്ക് എടുക്കും. ശരിയാണല്ലോ, ഞാൻ പൊട്ടൻ. നമ്മൾ ഇന്റേണലി സംസാരിക്കുന്നുണ്ട്, ആത്മകഥകളും നമ്മുടെ തോട്ട്സും ഒക്കെ. മൂന്നാമത്തെ ഒരു കാര്യം പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ ക്രോമസോമിൽ സ്ക്രിപ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെ പ്രിന്റ് ചെയ്യപ്പെടുന്ന ജെനറ്റിക്സ് ഉൾപ്പെടെ അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വെച്ച് ഇപ്പോൾ അന്നെ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ ചെയ്യാതിരിക്കുന്നത് ബേസ്ഡ് ഓൺ യുവർ പ്രോഗ്രാമിംഗ്. ഇപ്പം നേരത്തെ എഴുന്നേക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാരണം ആ പ്രോഗ്രാമിങ്ങിന് പ്രോബ്ലം ഉണ്ട്. പ്രോപ്പറായിട്ട് ആ പ്രോഗ്രാമിംഗ് ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൻ്റെ ആപ്പിൽ കുത്തുമ്പോൾ വാട്സാപ്പോ വേറെ എന്തെങ്കിലും തുറക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ട്. ദ സെയിം നമുക്ക് കംപ്ലൈൻറ്റ് ആണത്. നമ്മുടെ പ്രോഗ്രാമിങ്ങിന് എവിടെയോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടാം. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടാനായിട്ട് നമ്മുടെ ന്യൂറോൺസുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്, അതായത് മെഡിക്കൽ പഠനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭാഷ എങ്ങനെ, നമ്മുടെ വാക്കോ അല്ലെങ്കിൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ജസ്റ്റേറ്ററി, നമ്മൾ 5 ഇന്ദ്രിയങ്ങളാണല്ലോ. ഈ 5 ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് മേഖല ഇതുപയോഗിച്ച് നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യുക. ഇതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. വെരി സിമ്പിൾ ആണ്. ഞാൻ നീട്ടി പറഞ്ഞില്ലല്ലോ. കറക്റ്റ് മീറ്റർ ആയിരുന്നു. സോ നമുക്കൊരു പാട്ടിലേക്ക് പോയതിനു ശേഷം NLPയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേക്കാളും.
ഓക്കെ, എന്തായാലും സാറിന്റെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ പതിയെ അറിയും. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു പാട്ട് അങ്ങോട്ട് കേൾക്കാം. കേട്ടോണ്ടിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചും ഓതറുമായിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സാറിന് നമ്മൾ കൃത്യമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി നേരെ പോകുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനി വളഞ്ഞ വഴികളില്ല. സോ നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്, NLP പറ്റിയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതെന്താണ് എന്നുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് കുറച്ച് മുൻപ് കിട്ടി. പക്ഷേ ഇതെങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഇതിന്റെ ഒരു ഒറിജിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയണം കേട്ടോ സാർ. ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട് 1970 ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു. രണ്ടുപേരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, റിച്ചാർഡ് ബാൻഡറും ജോൺ ഗ്രിൻഡറും. ഇവരിപ്പോഴും ജീവനോടെ ഉണ്ട്, ഇവരിപ്പോഴും ട്രെയിനിങ്ങുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അതിശയകരമായ, രസകരമായ, സന്തോഷകരമായ. ഓക്കെ, ഇവർ മോഡൽ ചെയ്തിരിക്കുന്നത് മിൽട്ടൺ എച്ച് എറിക്സൺ, അതായത് ഹിപ്നോസിസും കേട്ടിട്ടില്ലേ, അതിന്റെ പിതാവായിട്ടുള്ള മിൽട്ടൺ എച്ച് എറിക്സൺ, പിന്നെ അതുപോലെ തന്നെ ഫാമിലി തെറപ്പിസ്റ്റ് ആയിട്ടുള്ള വെർജീനിയ സെറ്റർ, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റാൾട്ട് തെറപ്പി എന്ന് പറയുന്ന സൈക്കോളജിയിൽ ഒരു പവർഫുൾ ടൂളാണ്. അത് ചെയ്യുന്നത് ഫ്രിറ്റ്സ് പേൾ ആണ്. ഈ 3 ആളുകളുമായിട്ട് കോവർക്ക് ചെയ്യാൻ ഈ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ വർക്കിൻ്റെ കൂടെ പഠിക്കാനും അടുത്തറിയാനും ഒക്കെ സാധിക്കും. ഇവരെ മോഡൽ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പല കാര്യങ്ങളും കോപ്പി ചെയ്തും മോഡൽ ചെയ്തും അടിച്ചു മാറ്റിയിട്ടല്ല, കോപ്പി ചെയ്തും അനുകരിച്ചും ഒക്കെ എടുത്തിട്ട്, അപ്പം ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസും ജസ്റ്റാൾട്ട് തെറപ്പിയാണ്. വളരെ പവർഫുൾ ടൂൾസ് ആയിട്ടുള്ള ഹിപ്നോസിസും ജസ്റ്റാൾട്ട് തെറപ്പിയിൽ നിന്നുമാണ് 1970 NLP രൂപീകരിച്ചത്. എന്തായാലും ഭയങ്കര ബ്രീഫായിട്ട് എന്താണ്, അല്ലെങ്കിൽ എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സംഭവം, അല്ലെ, അങ്ങനെ തന്നെ പറയണം, ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെ. സംശയമില്ല. കാരണം ഞാൻ 2011, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിൽ വന്ന സമയം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. എൻ്റെ കരിയർ പറയുമ്പോൾ ഒരു ബൈ ചാൻസ് ട്രെയിനറായ ഒരാളാണ്, അത് പിന്നെ പറയാം. അങ്ങനെ ആ സമയം മുതലേ NLP കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, ഇറ്റ്സ് മൈ ലൈഫ് എക്സ്പീരിയൻസ്. കാരണം അന്ന് കേൾക്കുന്ന പരസ്യമൊക്കെ ജീവിതത്തിൽ എന്തും നേടാൻ NLP പഠിക്കൂ. അപ്പം ഞാൻ നോക്കി എന്തും നേടാൻ പറ്റില്ല. അങ്ങനെ ചില മിസ്ലീഡിങ് പരസ്യങ്ങൾ NLPയുടെ എന്താ പറയുക, ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ആ ആളുകൾ തന്നെ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ 14-15 വർഷം മുമ്പ് ഈ ട്രെയിനിങ്ങിനെ പറ്റി കേൾക്കുമ്പോൾ ഇത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇത് നടക്കില്ല, വെറുതെ തള്ളാണ് എന്ന് വിചാരിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് ഒരു പ്രോഗ്രാമിനെ പറ്റി കേട്ടു. അപ്പോൾ ട്രെയിനിങ് എന്നാ ഒന്ന് കേട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഫാദർ ടോബി എസ്, അതായത് കാലടിയിലുള്ള ടോബി എച്ചിൻ്റെ അടുത്ത്, അവിടെ 4 സെഗ്മെൻ്റ് ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ബേസിക്, മാസ്റ്റേഴ്സ്, അഡ്വാൻസ്, ഗ്രാൻഡ് മാസ്റ്റർ, ഇങ്ങനെ 4 സെറ്റ് നടക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 4നും കൂടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന്, ഇതിലൊന്നും വലിയ കഥയില്ല, വെറുതെ പോവാണല്ലോ, എന്തിനാ പിന്നെ 4നും കൂടി രജിസ്റ്റർ ചെയ്യുന്നത്, ഇറ്റ്സ് മൈ ലൈഫ് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു സെഷന് വേണ്ടി പോയി, അത് കഴിഞ്ഞ് തിരിച്ചു പോകാം. നവംബർ മാസത്തിലെ ഫസ്റ്റ് വീക്കിൽ പോയി. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം സാധനം കൊള്ളാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാമുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്ത് ആ നവംബർ മാസം 4 സെറ്റും അവിടെ ഉണ്ടായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, 2 പ്രാവശ്യമുള്ളൂ മാസ്റ്റേഴ്സ്, ഒരു 3-4 പ്രാവശ്യം അഡ്വാൻസ്. എല്ലാ മാസത്തിലും ബേസിക് നടക്കാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നവംബറിൽ എല്ലാ സെറ്റും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം റീഷെഡ്യൂൾ ചെയ്ത്, അതൊരു സമയങ്ങളെന്നോ അല്ലെങ്കിൽ ഒരു നിമിത്തമെന്നോ ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ നവംബറിൽ ടോബിയച്ചിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ NLP പഠിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 12ാമത്തെ ബാച്ച്, ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം 12ാമത്തെ ബാച്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഒക്ടോബറിൽ അടുത്ത ബാച്ചുകൾ നടക്കുന്നു. മാസത്തിൽ ഒരു ബാച്ച് വീതം നടത്തുന്നു. ഇതാണ് ലൈഫ് സ്റ്റോറി. കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മോടൊപ്പം ഇന്ന് സംസാരിക്കാൻ വന്ന സാറിന്റെ ലൈഫിൽ എത്രത്തോളം NLP ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം, അല്ലൊരു മാജിക് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞു. പക്ഷേ ഓരോ ഇൻഡിവിജ്വലിലും NLP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയാൻ പോകുന്നു പാട്ടുകൾക്ക് ശേഷം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചില്ല് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഇങ്ങോട്ട് തിരിച്ചെത്താം. ആന്റണി സാറാണ് നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത്, ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചുമായിട്ടുള്ള ആന്റണി സാറിനോടൊപ്പം നമുക്ക് പാട്ടിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയെ പറ്റിയിട്ടാണ്. ഈ ഒരു ഏരിയ പലർക്കും
ഭയങ്കര ഒരു സ്ട്രേഞ്ച് ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി എനിക്കും ഒരു തികച്ചും അപരിചിതനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ NLP എന്ന് പറയുന്നത്. എന്തായാലും കൂടുതൽ ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആന്റണി സാർ വഴി. സോ നമ്മുടെ ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ച്, അതുപോലെ ഓഥറായിട്ട് സാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാർ, നമ്മൾ കുറച്ച് മുൻപ് എങ്ങനെയാണ് NLP ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു. ആൻഡ് സാറിന്റെ ലൈഫിൽ എങ്ങനെയാണ് NLP ഒരു മാജിക് ആയിട്ട് പ്രവർത്തിച്ചത്, അതെ, എങ്ങനെയും പറഞ്ഞു. ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത് സാറിന്റെ ലൈഫിൽ സംഭവിച്ച മാജിക് പോലെ NLP ഓരോരുത്തരുടെ ലൈഫിലേക്കും എങ്ങനെയാണ് വർക്ക് ആവുന്നത്. അതായത് ഞാൻ നേരത്തെ NLPയുടെ എക്സ്പാൻഷൻ പറഞ്ഞു, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമിംഗ് ഉണ്ട്. സൈക്കോളജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കോൺക്രീറ്റ് സബ്ജക്റ്റ് അല്ല. കോൺക്രീറ്റ് മീൻസ് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയെ പോലെ സൈക്കോളജി ഒരു സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ ഡിബേറ്റബിൾ ആണ്. ഡിബേറ്റബിൾ എന്ന് മാത്രമല്ല ഒരു പ്യുവർ സയൻസ് അല്ല സൈക്കോളജി. ഇപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം കെമിസ്ട്രി എവിടെ പോയി ചെക്ക് ചെയ്താലും അതിൻ്റെ ഡെഫിനിഷൻസും എക്സ്പെരിമെൻസും സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്നയോട് ചോദിക്കുന്നത് ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ച് അതിൻ്റെ ഫീലിങ്സ് എഴുതിയെടുക്കുമ്പോൾ നാളെ ചോദിക്കുമ്പോൾ അന്നയുടെ എക്സ്പീരിയൻസ് വേറെയാവാം. അത് ഞാൻ എങ്ങനെ ഇന്റർപ്രറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൈക്കോളജിയിലുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ ആളുകളുടെ പ്രോഗ്രാമിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. അത് പറയാനാണ് ഞാൻ സൈക്കോളജി കോട്ട് ചെയ്തത്. ഈ പ്രോഗ്രാമിംഗ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് NLP വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളൊരു ബാച്ച് ചെയ്യുന്ന രീതി ചോദിച്ചാൽ 30 പേരാണ് നമുക്കൊരു ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ ചോദിക്കും ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പറയേണ്ടി വരുമോ, പബ്ലിക് ആക്കേണ്ടി വരുമോ? വളരെ കോൺഫിഡൻഷ്യലാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരോടും നമ്മളൊരു കാര്യം പറയുന്നു, അവരത് വിഷ്വലൈസ് ചെയ്യുന്നു, അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് കണ്ടുപിടിക്കുന്നു. നേരത്തെ പ്രോഗ്രാമിംഗ് വരുന്ന പ്രോബ്ലം, കാരണം NLP ഡീൽ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിലല്ല, മെയിനായിട്ടും ലോജിക്കൽ തോട്ടിലല്ല, അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. 2 സ്കൂൾ ഓഫ് തോട്ട്സ് പറയും. കോൺഷ്യസും സബ് കോൺഷ്യസും ഉള്ളൂ, 2 മനസ്സിന് 2 ഭാഗമുള്ളൂ എന്ന് പറയും, 3 ഭാഗം ഉണ്ടെന്ന് പറയും. എന്തോ ആട്ടെ, അതവിടെ നിൽക്കട്ടെ. സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിൽ വിഷ്വലൈസ് ചെയ്ത് തോട്ട്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലായി വരികയും അതിൻ്റെ സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. ഒറ്റയടിക്ക് ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പഞ്ചസാരയെ പറ്റി ഞാൻ എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നതിൽ നല്ലത് ഒരു തുള്ളി എടുത്ത് നമ്മൾ എക്സ്പീരിയൻസ്. കാരണം NLPക്ക് പ്രത്യേകിച്ചും ആ ചെയ്യുന്ന ട്രെയിനറുടെ എക്സ്പെർട്ടൈസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആളുകൾ ചടച്ചു പോകാനല്ലേ, വെറുത്ത് പോകാനല്ലേ, മടുത്തു പോകാനൊക്കെ ഒരു കാരണം NLPക്ക് മാത്രമല്ല. ഇപ്പം ഞാനൊരു സാധനം ഫേക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾ മനസ്സിലാക്കി എന്നെ മാത്രമല്ല ആ പ്രൊഡക്റ്റിൻ്റെ മോശമായിട്ടാണ് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. അപ്പം അതേപോലെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വളരെ എന്താ പറയുക പ്യുവറായിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന തെറപ്പികളും പ്രോഗ്രാമുകളും ടെക്നിക്കുകളിലൂടെയുമാണ് അവരുടെ സെൽഫ് എന്താ പറയുക ലിമിറ്റിംഗ് ബിലീഫ്, എവിടെയാണ് അവർക്ക് പ്രോബ്ലം ഉള്ളത്, വൂൺസ് അതിലുണ്ടോ, അവരുടെ വൂൺസ് എന്തൊക്കെയാണ്, അവരുടെ ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, എന്താണ് അവരുടെ പ്രോബ്ലത്തിൽ കിടക്കണേ. ഇപ്പം സ്റ്റേജ് ഫിയർ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപാട് പേടിയുള്ളൊരു അല്ലെങ്കിൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റേജ് ഫിയർ. തീർച്ചയായിട്ടും. എത്രയോ ബാച്ചുകളിൽ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വരുന്ന മിക്ക ആളുകൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവാം. ഓക്കെ, അതിനൊക്കെ മാറുന്നത് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ അവരുടെ തോട്ട് പാറ്റേൺ അനലൈസ് ചെയ്യുന്നു, എവിടെയാണ് പ്രോബ്ലം അനലൈസ് ചെയ്യുന്നു, അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, തെറപ്പികൾ ചെയ്യുന്നു, അതിന് ക്ലിയർ ആയിട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് മാത്രമേ എക്സ്പേർട്സ് കൊടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ഹീലിംഗ്. അവരെ ചെയ്യാണ്. കാരണം ഇപ്പം നമ്മൾക്കൊരു കെമിക്കൽ കഴിക്കുന്ന പോലെ അല്ല, ഒരു മരുന്ന് മീൻസ് ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് ഉള്ളിൽ ചെന്ന് വർക്ക് ചെയ്യുന്നു. ഇത് വിഷ്വലൈസേഷൻ. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തേ, ജസ്റ്റ് ഒരു നാരങ്ങയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. നല്ല പുളിയുള്ള നാരങ്ങ, പഴുത്ത നാരങ്ങ കയ്യിൽ ഇങ്ങനെ നീരൊക്കെ ഒഴിച്ച് ഇങ്ങനെ വായിലേക്ക് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു പുളി എവിടെ ഫീൽ ചെയ്യുന്നുണ്ട്? പല്ലിലെ ഫീൽ. ദ സെയിം ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൊണ്ടാവാം ഇത് പുള്ളിയുള്ള, അല്ലാതെ ഒരൊറ്റ ഇത് മാത്രമല്ല, ഗിമ്മിക്കൊന്നുമല്ലത്. നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കും? ഇപ്പോൾ ചിക്കൻ ബിരിയാണിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ബിരിയാണി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ വായിൽ വെള്ളം വരും, വിശപ്പിരിക്കുന്ന സമയമാണ് വിശപ്പ് കൂടും. എനിക്ക് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ്, ഇപ്പം നമ്മൾ തെറി കേൾക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മളെ തെറി മീൻസ് അസഭ്യം എന്നുള്ള സാധനമല്ല ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും നമ്മളെ വഴക്ക് പറയാൻ ഷൗട്ട് ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാവും. അതേസമയം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് ഹൈ ആവും. നമ്മളൊരു കൊച്ചു കുഞ്ഞിങ്ങനെ കിടന്ന് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒരു ആക്സിഡന്റ് കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. നമുക്ക് അങ്ങനെ ഇപ്പൊ എന്താ പറയുക, ചില ആളുകൾക്ക് ഇപ്പൊ പാമ്പിനെ തൊടുക, പല്ലിയെ തൊടുക, ഇതൊക്കെ തൊടുന്ന ആ കിനസ്തെറ്റിക് ഫീലിംഗ് നമുക്ക് എന്താണ്, ഇത് കേൾക്കുന്ന ആൾക്ക് പലർക്കും അയ്യേ എന്നുള്ള അറപ്പ് ഫീൽ ചെയ്യും. ഈ 5 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാക്കോ എന്നുള്ള വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ജസ്റ്റേറ്ററി, ഇത്
എങ്ങനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ഇൻപുട്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇതിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇൻഡിവിജ്വലി നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു മാജിക് ബാൻഡ് കൊണ്ട് ടപ്പ് റെഡി ആവട്ടെ എന്ന് പറയുന്ന ഒരു പരിപാടിയേ അല്ല. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. NLP നമ്മൾ ടെക്നിക്കുകൾ പഠിക്കുന്നു, അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ മെനുവിലൊക്കെ പറയുന്ന പോലെ സ്ലോ കുക്കിംഗ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ആക്ടിവിറ്റി നമ്മളിപ്പോ ഒരു ട്രോമ ആയിട്ട് വരുന്ന ഒരാള്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരു മാനസിക രോഗമുള്ള ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഹീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു രോഗിയാണെങ്കിൽ അത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തും അതിന് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കും തന്നെ പോകണം. ഓക്കെ, ഫസ്റ്റ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തും. ഇപ്പൊ ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വേറെയുണ്ട്, ഇതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ മാനസിക പ്രശ്നം ഒന്നുകിൽ മൈൻഡ് ചെയ്യില്ല, ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിലേക്ക് പോകും. ശരിക്കും സൈക്കാട്രിസ്റ്റിലേക്ക് അല്ല പോകണം, ആദ്യം സൈക്കോളജിസ്റ്റിൽ പോകണം. അവർ കൗൺസിലിംഗ് തന്നിട്ട് അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ദേ വിൽ സജസ്റ്റ് സൈക്കാട്രിസ്റ്റ്. ആദ്യമേ മരുന്ന് കഴിക്കുകയല്ല വേണ്ടത് എന്നുള്ളൊരു കാര്യം. രണ്ട്, ഇതിൽ കൂട്ടി പറയേണ്ട ഒരു സാധനം, മെൻ്റൽ ഹെൽത്തിൽ വരുന്നൊരു സാധനമാണ്, ദയവ് ചെയ്ത് ഗൂഗിൾ ചെയ്യരുത്. കാരണം വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം റീലുകൾ കണ്ട്. കാരണം അന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു 10 ഒരു മാനസിക രോഗത്തിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം. 10 വായിക്കും എന്നെ പറയും ഇതെല്ലാം എനിക്കുണ്ടല്ലോ. ഞാൻ ഇനി തിരിച്ച് ആന്റണി ജോയ് വായിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണല്ലോ, ഇത് എനിക്കുണ്ടല്ലോ, ഇത് ആ ഫോബിയ ഈ ഫോബിയ മാത്രമല്ല, അതായത് ഡിപ്രഷന്റെ സിംറ്റംസ്, ഇത് ശരിയാണല്ലോ, അതിങ്ങനെയാണ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് സെൽഫ് ഡയഗ്നോസ് ഈ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി പോകരുത്. നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്നുള്ള, ഇപ്പം പ്രൊഫഷണൽ എടുത്ത് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ മറ്റുള്ളവരോടോ പറയുക. അവർ ഇത് കുഴപ്പമൊന്നുമില്ല എന്നെ തോന്നലെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തിട്ടും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ. അപ്പോൾ അവർ പറയും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ പോകുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അവിടുന്ന് പിന്നെയാണ് ഇങ്ങനെ പോകേണ്ടത്. ഇതിന് പ്രശ്നം വരാതെ നോക്കുന്നതാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ചെയ്യുന്നത്. അതായത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല, ഡോക്ടറെ അടുത്ത് പോകണം. ബ്ലോക്ക് വന്നാൽ പിന്നെ എവിടെ പോകണം? സർജറിൻ്റെ അടുത്ത് പോകണം. ബ്ലോക്ക് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോയാൽ മതി. ഇതാണ് ഡിഫറൻസ്. നമ്മൾ ചെയ്യുന്നത് NLPയിൽ അസുഖം വരാതെ, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം വരാതെ ഹെൽത്തി ആയിട്ട് വരാൻ നോക്കുക. ട്രോമാസ് ഉണ്ടല്ലോ അത് ഹീൽ ചെയ്യുക. ഇതാണ് ആ ഹീലിംഗ്. അതിനുശേഷം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. യെസ്, ഓക്കെ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ഇതാ ആന്റണി സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇതാ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടിലേക്ക് പോകുന്നു. അത് പറയുമ്പോൾ, പാട്ടിന്റെ കാര്യം പറയുമ്പോൾ, ഇതും ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. യെസ്, പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമുക്ക് സമയമില്ല, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ ഒരു 5 മിനിറ്റ് ഒരു പാട്ട് സ്വന്തമായിട്ട് കണ്ണടച്ചിരുന്ന് ഡ്രൈവ് ചെയ്യുന്നവർ കണ്ണടച്ചേക്കരുത്. അപ്പോൾ ഞാൻ പറയാൻ വരുമായിരുന്നു ആക്ച്വലി. കണ്ണടച്ച് വെച്ചാൽ പിന്നെ അപ്പോൾ കണ്ണടച്ചിരുന്ന് സ്വസ്ഥമായിട്ട് കേൾക്കാൻ, നമുക്കൊന്ന് ശാന്തമായി സെറ്റിൽ ആവാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരെ മാറും. അപ്പോൾ പാട്ട് കേൾക്കാം. ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ തെറാപ്പിയാണ് പാട്ട് കേൾക്കുന്നത് പറയുന്നത്. സ്ട്രെസ് ബസ്റ്റർ ആണ് പാട്ട് കേൾക്കൽ. എല്ലാവർക്കും പലർക്കും പല രീതിയിലായിരിക്കും, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷമാണ് കൂടുതൽ NLP വിശേഷങ്ങളെ പറ്റി നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ആന്റണി സാർ കൂടെ തന്നെയുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്നവരും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരും എല്ലാവരും പലരും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യത്തെ പറ്റി തന്നെയാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധ ഇങ്ങോട്ട് കൂടുതൽ കൊണ്ടുവന്നോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സോ NLPയെ പറ്റി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ പറ്റി കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കൂടെ എത്തിയിട്ടുള്ളത് ലൈഫ് കോച്ച് ആൻഡ് ഓഥർ ആയിട്ടുള്ള ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആന്റണി ജോയ് സാർ. സാറിന്റെ പ്രോഗ്രാമിലേക്ക് നമ്മളൊന്ന് കടക്കാണ് കേട്ടോ. NLP, യെസ്, ആഗ്നസ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്ന NLPയുടെ കുറേയധികം ഷെഡ്യൂളുകളുണ്ട്. നമ്മൾ ഇനി അറിയാനായിട്ട് പോകുന്നത് സാറിന്റെ ക്യാമ്പിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? ഒരു പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഞാനും വൈഫും കൂടിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ടീം മെമ്പേഴ്സായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് ഞാൻ പ്രത്യേകതയായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, ടെസ്റ്റിമോണിയലുകൾ നമ്മൾ വാങ്ങുക പ്രോഗ്രാം കഴിഞ്ഞ് 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ്.
അതായത് പ്രോഗ്രാം കഴിയുന്നതുകൊണ്ട് അത് NLP ക്യാമ്പിൽ മാത്രം. അപ്പോൾ 1 ഡേ പ്രോഗ്രാം ഒക്കെയാണ് അന്ന് തന്നെ ചെയ്യാം. കാരണം എൻ്റെ ഒരു മനസ്സിലാക്കൽ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് അല്ലെങ്കിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് വരുന്നൊരു കാര്യം മാത്രമല്ല. ഇപ്പം നമ്മൾ മോട്ടിവേഷൻ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടാൽ നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും. വാവ്, ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ഫിറ്റ്നസ് വീഡിയോ കണ്ടാൽ നമ്മൾ നാളെ തന്നെ ജിമ്മിൽ പോകണം എന്നുള്ള തീരുമാനം എടുക്കും. നമ്മുടെ ജഗതി ചേട്ടൻ ഒരു സിനിമയിൽ വരുന്നത് ഇനി നാളെ ചെയ്യാം. മറ്റേ അമർ അക്ബർ അന്തോണിയിലുണ്ടല്ലോ, പ്രതികാരം നാളെ ചെയ്താലും മതിയല്ലോ. ആ ഒരു ഫീല് നമുക്ക് വരാൻ കാരണം നമ്മൾ ഈ മോട്ടിവേഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല. അതിന് കുറേ സയന്റിഫിക് റീസൺസ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ കുറേ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അതൊന്നും പോകുന്നില്ല. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എൻ്റെ ക്യാമ്പിൽ വന്നവർക്ക് കൺസിസ്റ്റൻറ്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റിമോണിയൽ കൊടുക്കുമ്പോൾ അതിനൊരു ഒതൻറ്റിസിറ്റി ഞാൻ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 12 ബാച്ച് ഇപ്പോൾ കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് ആരെയും കമ്പൽ ചെയ്യുകയില്ല. അവർക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, കാരണം ചിലർക്ക് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, കാരണം വളരെ വലിയ ഇഷ്യൂസ് ഉണ്ടാവും. ചിലർക്കൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല, പോസിറ്റീവ് തിങ്കിങ് കൂട്ടാൻ വേണ്ടിയായിരിക്കും. ചിലർ ബിസിനസ് എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റിമോണിയൽ എടുക്കുന്നത് 1 വർഷത്തിന് ശേഷമാണ്. 2, പ്രോഗ്രാം നടക്കുമ്പം ഒരു തരത്തിലും വീഡിയോ നമ്മൾ എടുക്കില്ല. അതായത് പാർട്ടിസിപ്പൻ്റ് അറ്റൻഡ് ചെയ്യുന്നതോ അവർ പ്രസൻറ്റ് ചെയ്യുന്നതോ അവിടെ ക്ലാസ് നടക്കുന്നതോ ഭക്ഷണം വിളമ്പുന്നതോ രജിസ്ട്രേഷനോ ഒരു തരത്തിലുള്ള വീഡിയോ എടുക്കില്ല. ഹാളിലുള്ള CCTV പോലും കവേർഡ് ആയിരിക്കും. പ്രൈവസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രശ്നക്കാരാണോ എന്ന് വെച്ചാൽ അല്ല, പ്രശ്നക്കാരും ഉണ്ടാവാം, പ്രശ്നമില്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, പോസിറ്റീവ് പോലും അവിടെ ഷെയർ ചെയ്യിപ്പിക്കില്ല. പോസിറ്റീവ് ഉള്ളവർ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഷെയർ ചെയ്യാത്തവൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് വരുന്നവർ മുഴുവൻ പ്രശ്നക്കാരാന്നൊന്നുമല്ല. ഒരാളും ഒന്നും ഷെയർ ചെയ്യണ്ട എന്ന് നമ്മൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് കരയാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ ആണുങ്ങൾക്ക്. ആക്ച്വലി അതൊരു എന്താണ് സ്റ്റീരിയോ ടൈപ്പ് ആണല്ലോ, സമൂഹത്തിൽ ആണുങ്ങൾ കരയാൻ പാടില്ല. വെറുതെ സിമ്പിൾ. ഇപ്പൊ നമ്മൾ കോട്ടയത്ത് പോയി ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലേഡി കരയാണെങ്കിൽ ആൾക്കാർ എന്ത് ചോദിക്കും, എന്തോ പ്രശ്നമുണ്ട്, എന്തോ മളി. ഒരാണുങ്ങൾ കരയാണെങ്കിലോ അതെന്തോ കഞ്ചാവ് എന്തോ ആണ്. മാറ്റം ഇല്ലെന്നല്ല, എക്സെപ്ഷൻസ് ഇല്ലെന്നല്ല, മാറ്റം ഉള്ളവരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജനറലി അപ്പോൾ പൊതുവിൽ കരയുന്ന ആണുങ്ങളോട് എന്ത് ചോദിക്കും, നീ ഒരു ആൺകുട്ടിയല്ലേ. ചെറുപ്പത്തിലേക്ക് കേട്ട് വളരുന്നൊരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ, അല്ലെ പെൺകുട്ടി കരഞ്ഞാലോ എന്ത് ചോദിക്കും. അപ്പൊ ഈ കരച്ചിൽ മാത്രല്ലേ, എന്തും എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ ചിന്തിച്ചു നോക്കണം, ചിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരിക, എല്ലാവരും ഗൗരവത്തിലാണ്. ഇത് നമ്മുടെ ആയുസ്സിനെ വലിയ കാര്യമായിട്ട് ബാധിക്കും, ആരോഗ്യത്തെ വലിയ കാര്യമായിട്ട് ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും. അപ്പോൾ ഈ ഇമോഷൻസ് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ, ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഫ്രീഡം വേണം. എന്നെ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്നൊരു സാധനം വന്നാൽ ഇത് എക്സ്പ്രസ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് പ്രൈവസിയാണ്. കംപ്ലീറ്റ് പ്രൈവസി എന്ന് പറഞ്ഞാൽ നത്തിങ് വിൽ ബി റെക്കോർഡഡ്, നോ ഫോട്ടോസ്, നോ ഫോൺ അലൗഡഡ് ഇൻ ദ ഹോൾ ഇറ്റ് സെൽഫ്. മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ചിട്ട് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എന്നെ ഇത് വീഡിയോ എടുത്ത് പോകുന്നുണ്ടോ, അപ്പൊ എനിക്കൊരു കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം, ഇത് വീഡിയോയിൽ പോകുന്നുണ്ടോ എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്ത് വിളിക്കും. കാരണം നമുക്ക് നമ്മുടെ ഒരു അഭിമാനം എന്നൊരു സാധനം, ഓക്കെ അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഫ്ലോ മിസ്സാവും. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്ലി എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആണ്. ആകെ നമ്മൾ എടുക്കുക, എല്ലാവരുടെയും കൂടെ ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി, ഹാളിൻ്റെ പുറത്ത് പോയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും, സൂക്ഷിച്ച് വയ്ക്കാം. ദാറ്റ്സ് ഓൾ. അതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകത പറയുന്ന ഒരു കാര്യം. റെസിഡൻഷ്യൽ നിർബന്ധമാണ്. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചാണ് NLP ചെയ്യുക, 1 ഡേ പ്രോഗ്രാം ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു തിരക്ക് ഓടി വന്നു, ഒരു 2 hour പ്രോഗ്രാം കേട്ടു, നമ്മൾ വീണ്ടും ഓടി പോകുമ്പോൾ ഇതൊന്ന് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള സമയം കിട്ടില്ല. നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഫസ്റ്റ് ഡേയിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ലാസ്റ്റ് ഡേയിൽ ഒരു 4-5 മണിയോട് കൂടി തീരും. ഇത് മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് കയറി മൈൻഡ് സെറ്റിനെ പറ്റി പഠിച്ച്, മൈൻഡ് പവറിനെ പറ്റി നോക്കി, നമ്മളൊന്ന് അനലൈസ് ചെയ്ത്, നമ്മളുടെ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത്, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, ലിമിറ്റിംഗ് ബിലീഫ് മനസ്സിലാക്കി, ട്രോമ ഹീലിങ്ങിലൂടെയൊക്കെ ഒന്ന് പോയി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ആ ദിവസം മുഴുവൻ നമ്മൾ അവിടെ ഉണ്ടാവണം. നമുക്കറിയാം, ഒരു ബക്കറ്റിൽ വെള്ളം കലങ്ങി കിടക്കുകയാണെങ്കിൽ ഇത് പിന്നെയും ഇട്ട് കൈ ഇളക്കിയതുകൊണ്ട് കലക്ക് മാറില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് സമയം അവിടെ വെച്ചാൽ മതി. പല പ്രശ്നങ്ങളും കുറച്ച്, അതായത് ഞാൻ നേരത്തെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, തിരക്കിനിടയിൽ ഓടുമ്പോൾ പാട്ട് കേൾക്കുന്ന മറ്റ് പണികൾക്കിടയിലാവുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, പാട്ട് കേൾക്കുന്ന ഫീൽ കിട്ടും. കുറച്ച് സമയം ഒന്ന് സെറ്റിൽ ചെയ്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ, ഒരു 90 സ്പീഡിൽ കാറിൽ പോകുമ്പോൾ സൈഡ് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ സുന്ദരമായി നമുക്ക് എന്ത് ചെയ്യാം, 40-50 സ്പീഡിൽ പോകുമ്പോൾ ആക്സിഡൻറ്റിൻ്റെ സാധ്യതയും കുറയും. മറ്റത് 90 സ്പീഡിൽ പോകുമ്പോൾ സഡൻ ബ്രേക്ക് ഇടണം, വെട്ടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭയങ്കര സ്കാറ്റേഡ് ആവും. അതേസമയം ഒരു 40-50 സ്പീഡിലാണ് പോകുന്നതെങ്കിൽ, ഡിപ്പെൻസ് ഓൺ സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യേണ്ടി വരുമെങ്കിലും ജീവിതത്തിൻ്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് കുറെ കൂടെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടും എൻജോയ് ചെയ്തും ജീവിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ആ ഒരു സാധ്യതയാണ് നമ്മൾ ഈ NLPയിൽ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി.
ഓക്കെ ഗ്രേറ്റ്. Thank you so much. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ഞാനിപ്പോ വീണ്ടും ഇമോഷൻസിന്റെ കാര്യമാട്ടോ പറയുന്നത്. നമ്മൾ എപ്പോഴും കരയുന്ന സമയത്ത് പറയും എന്തിനാണ് ചെറിയ കാര്യത്തിന് എപ്പോഴും കരയുന്നത്. നമ്മൾ സന്തോഷമുള്ള സമയങ്ങൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, പൊട്ടിച്ചിരിക്കാറുണ്ട്. Then why? പൊട്ടിച്ചിരിക്കും എന്ന് പറയുമെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ പേഴ്സണൽ ഒന്നും എടുക്കണ്ട, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആരെങ്കിലും ആയിക്കോട്ടെ, പിള്ളേര് നന്നായിട്ട് ചിരിക്കുകയാണെങ്കിൽ വരുന്ന ഫസ്റ്റ് കമന്റ് എന്തായിരിക്കും? എന്താണ് ഈ അഹങ്കാരികൾ, ഒരുപാട് ചിരിക്കരുത്, ശരിയാണ്. അതായത് നമ്മൾ ഒരു ഇമോഷൻസിനെ എക്സ്പ്രസ്, ചിരി മാത്രമല്ല ഒന്നിനെയും, ഒരുപാട് ചിരിക്കുന്ന സമയത്ത് പറയും ഇതൊരു അസൂയയുടെ പുറത്തുള്ള കമന്റാന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ നമുക്കോ ചിരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അസൂയ. വേറൊന്നുമല്ല അങ്ങനെ. അതായത് ഒരുപാട് ചിരിക്കുമ്പോൾ നമുക്ക് കരയേണ്ടി വരുമെങ്കിൽ ഒരുപാട് കരഞ്ഞാൽ ചിരിക്കേണ്ടി വരില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കരഞ്ഞോ മോനെ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ചിരിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ചിരി മാത്രം, ഇതും നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, എല്ലാത്തിനും ഒരു മോഡറേറ്റ് ആവണം എന്നുള്ളത് സത്യം. അല്ലാതെ എല്ലാം അഴിച്ചു വിട്ട് അങ്ങ് പോകണമെന്നോ തോന്നുന്നതൊക്കെ ചെയ്യണമെന്നോ അല്ല പറയുന്നത്. പക്ഷേ ആ ഒരു കൺട്രോൾഡ് സ്റ്റേജിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമ്മളൊന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കുമെന്ന് ചിലപ്പോൾ പെട്ടി കിടക്കുമ്പോഴാ അത് വലിയൊരു ഡേഞ്ചറാണ് സാധനം. നമ്മളെ സംബന്ധിച്ച് ഹഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെക്സ്. അത് ആണ് പെണ്ണിനെയാണെങ്കിലും പെണ്ണാണിനെയാണെങ്കിലും ആണാണിനെയാണെങ്കിലും എന്താണെങ്കിലും ശരി, നമുക്കൊരു സോഷ്യൽ നോംസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരെയും പോയി ഹഗ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെങ്കിലും ഒരു ടച്ച്, ഒരു ഹഗ്, ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടും. കാരണം ഇത് ഞാൻ പറയുന്നൊരു കാര്യമല്ല. വിർജിനിയ സെറ്ററിൻ്റെ ഉൾപ്പെടെയുള്ള പഠനങ്ങളിൽ പറയുന്നത് 4 മുതൽ 12 വരെ അല്ലെ 8 മുതൽ 12 വരെ ഹഗ് ഒരു ദിവസം വേണം മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഓക്സിറ്റോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുന്നത് ഹഗിൻ്റെ സമയത്ത്. ഇതിനെ വിളിക്കുന്ന പേര് തന്നെ ലവ് ഹോർമോൺ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, നമ്മുടെ സങ്കടം ഒന്ന് പ്രകടിപ്പിക്കുക, സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കുക, ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതിന് പറ്റാത്തൊരു സമയത്ത് ഇത് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ അതെല്ലാവർക്കും പറ്റട്ടെ, ഇമോഷൻസ് ഒക്കെ പ്രകടമാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ടതാണ് നമ്മൾ ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നു. പാട്ടിന് പോയി നമ്മളിതാ നമ്മുടെ പാട്ടിന് തിരിച്ചിങ്ങോട്ട് വരും. കൂടെയുള്ള തന്നെയാണ് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആന്റണി ജോയ് സാറാണ്. അദ്ദേഹം നമ്മുടെ ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചും ഓത്തറുമാണ്. സർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ട്രോമയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ഓവർ തിങ്കിങ് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ. അതും നമ്മൾ വിചാരിക്കും ഏറ്റവും പ്രായം കൂടുതലുള്ളവർക്കാണ് ഈ പ്രശ്നമൊന്നും. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ചെറിയ, ലൈക്ക് ഇപ്പൊ എന്താ 1ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് വരെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഈ മെഡിക്കൽ ടേമിന്റെ ഡെപ്ത് മനസ്സിലാക്കാതെ നമ്മൾ കാഷ്വൽ യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്ത് പറയും, ഇന്നലെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഈ ഡിപ്രഷനൊക്കെ നമ്മൾ വളരെ കാഷ്വൽ, സത്യത്തിൽ ഡിപ്രഷൻ നമുക്ക് വന്നിട്ടില്ല, വന്നവരുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ സെൽഫ് ഡയഗ്നോസിസ് ഇതിലൊക്കെ ചുമ്മാ എടുത്തങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്ക് OCD ഉണ്ട്. എന്താ OCD എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ വീട്ടിൽ അടുക്കി വെച്ച സാധനം മാറി, അതെനിക്ക് OCD. അതല്ല OCD. അതായത് ഈ മെഡിക്കൽ ടേമിനെ വളരെ കാഷ്വലായിട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ വളരെ കാഷ്വലായിട്ട് ഉപയോഗിച്ച് ഇതൊക്കെ നമ്മുടെ അസുഖങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക. നമ്മൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ട്രോമ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്നും നെഗ്ലക്റ്റ് ചെയ്യല്ല. ഡിപ്രഷൻ ഉള്ളവരുണ്ട്, അത് ശരിക്കുള്ളവർ അറിയാതെ പോകുന്നുണ്ട്. ഡിപ്രഷൻ ഇല്ലാത്തവർ നോർമൽ വരുന്ന സ്ട്രെസ്സിനെ മുഴുവൻ ഡിപ്രഷൻ ആക്കിയിട്ട് കൂടുതൽ പ്രശ്നത്തിലേക്കും പോകുന്നുണ്ട്. സെൽഫ് ഡയഗ്നോസ് ആണ് പ്രശ്നം. അത് അവിടെയാണ് ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു മെൻഡർ എന്ന രീതിയിൽ. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വന്തം ഇപ്പോൾ യൂസർ മാനുവൽ നോക്കി നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കുന്നതും ഒരാൾ പറഞ്ഞു തരുന്നതും സ്വന്തം ഇഷ്ടത്തിന് ഒന്നും ചെയ്യാതെ ചെയ്യുന്നതും തമ്മിൽ മൂന്ന് ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഹെൽപ്പ്, അത് ക്വാളിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണമുണ്ടാവും. നമുക്ക് കുറെ കൂടെ ഈസായിട്ട് ലൈഫ് ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, സാർ, ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഗൂഗിൾ ചെയ്യരുത് എന്ന് സാർ പറഞ്ഞല്ലോ. ശരിക്കും കുറേയധികം ആളുകളും എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് കണ്ണിന് വേദനയുണ്ട്, എന്തായിരിക്കും അപ്പോൾ എന്തോ ഭീകര രോഗമാണ്. ഫിസിക്കൽ ഹെൽത്ത് ഗൂഗിൾ ഒന്നും ചെയ്യാതിരിക്കുക, സെൽഫ് ഡയഗ്നോസ് ഒന്നും. ഫിസിക്കൽ ഇൽനെസ്സിനെ പറ്റി ഗൂഗിൾ ചെയ്താലും ഞാൻ വലിയ പ്രശ്നമുണ്ടെന്ന് പറയില്ല. കാരണം നമുക്ക് ഒരുപാട് ഊഹങ്ങൾ ഫീൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് പ്രശ്നമാണ്, ചെയ്യാനുള്ള അഡ്വൈസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം വന്നു, ഒരു ചൊറിച്ചിൽ കാണുന്നു, നമ്മളത് ഗൂഗിൾ എടുത്തിട്ട് സ്കിന്നിന് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്താണെന്ന് നോക്കിയാൽ കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അവിടെ. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് കുറേ കൂടും.
കമ്പാരിറ്റീവ്ലി രണ്ടും ചെയ്യാതിരിക്കുക, സെൽഫ് ഡയഗ്നോസ് എടുക്കാതിരിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക. അതിൽ ഏറ്റവും പ്രശ്നം തീരെ ചെയ്യരുതാത്തത് മെന്റൽ ഹെൽത്തിനെ പറ്റിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ സാർ, അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്കൊക്കെ മേ ബി ഈ ഒരു NLP എന്ന് പറയുമ്പോൾ കുറച്ച് മുൻപേ നമ്മുടെ സംസാരത്തിൽ വന്നൊരു കാര്യമാണ്, വിഷ്വലി ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എങ്കിലേ ഈ ഒരു പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ഓരോ മൊമെന്റിലും അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. സോ ആർക്കൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് വരാനായിട്ട് പറ്റും? കാറ്റഗറി നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് പ്രായപൂർത്തിയായതിന് മുകളിലോട്ടുള്ളവരെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അതായത് ഒരു 18 വയസ്സിന് മുകളിലേക്ക്. ഇപ്പോൾ സം കേസസ് ഫാമിലി ആയിട്ട് വരുന്നു, അപ്പനും അമ്മയും വരുന്നു, കുട്ടിക്ക് 16 വയസ്സുള്ളൂ, അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നു, ഏജ് വൈസ് ആണ് ആദ്യം പറയുന്നത്, ഫാമിലി ആയിട്ട് വരുന്നു, കുട്ടിക്ക് 7 വയസ്സോ 6 വയസ്സോ ഉള്ളൂ, നമ്മൾ അവരെയും അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ കുട്ടിയെ ഹാളിൽ ഇരുത്തില്ല, അവരെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ നമ്മുടെ ടീം മെമ്പേഴ്സ് ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ കാരണം അപ്പനും അമ്മയും കൂടി വരുന്നു, കൊച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കണം. കൊച്ചിനെ വീട്ടിൽ നിർത്തി പറയാൻ വേറെ ആരുമില്ല, അവർക്ക് കൊണ്ടുവരാം, സ്റ്റേ നമ്മളവിടെ കൊടുക്കും, ഫുഡ് അവിടെ കൊടുക്കും. പക്ഷേ ഹോളിലേക്ക് കൊണ്ടുവരില്ല. കാരണം കുഞ്ഞു പിള്ളേർ ഇരുന്നിട്ട് വലിയ പ്രശ്നങ്ങളല്ല, ഇപ്പോൾ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം കേൾക്കും. ഇവർക്കിതൊന്നും സീരിയസ് ആയിട്ട്, അതുകൊണ്ടാണ് ഒരു മെച്യൂരിറ്റി എന്നും ലൈസൻസ് എടുക്കാനും കല്യാണം കഴിക്കാനൊക്കെ ഒരു നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിൻ്റെ ഒരു സമയം എന്നുള്ളൊരു സാധനമുണ്ട്. അതിന് മുമ്പേ ഒരുപാട് പ്രശ്നം കേൾക്കുമ്പോൾ അതൊരു ട്രോമാറ്റിക് ഫീലിംഗ് ആവാം. ഇപ്പം ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ കരയുന്നു എന്ന് വിചാരിക്കുക, അവരുടെ അപ്പനും അമ്മയും അവരുടെ മുമ്പിൽ നിന്ന് കരയുന്ന സമയത്ത് കരച്ചിൽ കാണുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് പല ഫീലിങ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു പിള്ളേരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാറില്ല. ഒരു 13-14 വയസ്സൊക്കെ ഉള്ള പിള്ളേർ മുതൽ മുകളിലോട്ട് മാതാപിതാക്കളുടെ ഒപ്പമാണെങ്കിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യും. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു 18 വയസ്സിന് മുകളിൽ. ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളമോ ഇംഗ്ലീഷോ, നമ്മൾ ക്ലാസ് എടുക്കുന്നത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഈ 2 ക്ലാസ് നമ്മൾ വെക്കുന്ന ബാച്ചിനനുസരിച്ച് ഈ ഭാഷ മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം. പറയുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഇപ്പോൾ ആനയെ പറ്റി പറഞ്ഞാൽ അത്യാവശ്യം ആനയെ നമുക്കത് ചിന്തിക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് ബ്രെയിനിന് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഓട്ടിസം പ്രശ്നങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എഫക്റ്റീവ് ആവില്ല. ഓക്കെ, വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ടെൻഷൻ, ട്രോമ, പ്രോബ്ലം അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ വാക്ക് ഉപയോഗിച്ചല്ലോ. അസുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗം സ്ഥിരീകരിച്ച സിവിയർ കേസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അവർ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. ഇത് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഇത് മാറുന്നില്ല, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. നമ്മൾ ഒരിക്കലും ഒരു മെഡിക്കൽ അഷുറൻസ് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നില്ല. ഒരു തരത്തിലുള്ള അസുഖത്തിനും നിങ്ങൾ ഇവിടെ വരൂ. കുറേ സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ മാറിയ എക്സ്പീരിയൻസ് മാച്ചിലുണ്ട്. പക്ഷേ അതൊക്കെ ഇതിൻ്റെ ബോണസായിട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ വരൂ എന്ന് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അല്ലാതെ നോർമലായിട്ട് നമുക്ക് ഇപ്പോൾ ടെൻഷനുണ്ട്, ജോലിയുടെ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ടെൻഷനുണ്ട്, മക്കളെ എങ്ങനെ വളർത്തണം എന്നറിയുന്നില്ല, അതും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ടെൻഷനായി, കല്യാണം കഴിയുന്നവരെ പ്രശ്നമില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ കപ്പിളായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ, നോർമലായിട്ട് സംഘർഷം അനുഭവിക്കുന്നവർ, അസുഖത്തിലേക്ക് എത്താത്ത ആളുകൾക്കാണ് NLP യൂസ് ചെയ്യുക, അവർക്കാണ് വരാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി കുറേയധികം ആളുകൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ടാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ളത്. സോ അല്ല, അത് NLP പ്രശ്നക്കാർക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്ത തന്നെയുണ്ട്. കാരണം NLP എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈവൻ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പം മാനസിക രോഗം എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ പോലും കേട്ടിട്ടുണ്ട് മാനസിക രോഗികളല്ലേ, അവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട്. അതാണ് ഒരു പ്രോബ്ലം. അതായത് NLP വരുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ഒരു പേഴ്സണൽ ഹീലിംഗ് മീൻസ് ഒരു അസുഖം മാറ്റാൻ വേണ്ടിയിട്ടല്ല. വരുന്നവർ മുഴുവൻ പ്രശ്നക്കാരുമല്ല. ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിന് വരുന്നത് ഒരാൾ വരുന്നത് ബിസിനസ് ഒരു 10 ബ്രാഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഡ്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നുള്ളതായിരിക്കും. മറ്റേ ആൾ വരുന്നത് സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കും. 2 എക്സ്റ്റെൻഡും അവിടെ കാണാം. അപ്പം വരുന്നവർ മുഴുവൻ പ്രശ്നക്കാരാണോ? NLP പ്രശ്നക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നല്ല, പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് NLP. ഓക്കെ, അപ്പം എന്തായാലും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. അഥവാ വന്നു കഴിഞ്ഞാൽ അതിന് സഹായം ചെയ്യാനുള്ള കുറേയധികം മെന്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. NLPയിലൂടെ നമുക്കത് നേടിയെടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് ആ ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരും. കൂടെയുള്ള തന്നെയാണ് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വലിയൊരു ഏരിയയെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയ നമ്മളിങ്ങനെ പതുക്കെ പഠിച്ച് വരുന്നുണ്ട്. ആൻഡ് പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു ബെസ്റ്റ് എക്സ്പേർട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിരിച്ച് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ആന്റണി സാറിനെ വീണ്ടും നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ആഗ്നസ് ഗ്രൂപ്പിന്റെ
ഫൗണ്ടറും അതുപോലെ ലൈഫ് കോച്ച് ആൻഡ് ഓതറാണ്. സോ നമ്മൾ കുറച്ച് മുൻപ് ഏത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് സംസാരിച്ചു. അതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ്. വിഷ്വലി ഇമാജിൻ ചെയ്യാനായിട്ട് കഴിവുള്ള ആർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഷ മനസ്സിലാവുന്ന പറയുന്ന കാര്യം കേൾക്കാനും അത് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്ന ആർക്കാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യാമ്പിന് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ? നമുക്ക് 30 നമ്മളൊരു ക്യാമ്പിന് സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം 30 ആണ് അല്ലേ? മാക്സിമം 30. ഓക്കെ, അപ്പൊ എന്തായാലും 30 പേരാണെങ്കിലും 30 ജീവിതങ്ങളാണ് അല്ലെ? 30 ഇമോഷൻസ് ആണ്, 30 പല പല ചിന്തകളായിരിക്കും അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക. സോ ഇത് ഗ്രൂപ്പായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പലർക്കും പല വിഷമങ്ങൾ ഉണ്ടായിരിക്കും, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈക്വലി ആണ് ഹീൽ ആവുന്നത് അല്ലെ? ആ ഒരു മാജിക് എങ്ങനെയാണ്? അതെന്താ വെച്ചാല്, ഇപ്പൊ ഞാനിപ്പം 5 പേരെ മുമ്പിൽ ഇരുത്തി അവരോട് പറയാണ്, നിങ്ങളുടെ ഗോള് മനസ്സിൽ കാണാന്ന് പറഞ്ഞാൽ 5 പേര് 5 ഗോള് കാണും. ഓക്കെ, പ്രശ്നങ്ങൾ കാണാൻ പറഞ്ഞാൽ 5 പേരുടെ പ്രശ്നങ്ങൾ കാണും. അങ്ങനെ അതിനുള്ള സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ വിൽ ഡു ദ പ്രോസസ്. അതിലെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരാളോട് പോലും ഞങ്ങൾ ചെയ്യുന്ന ബാച്ചിൽ ഒരാളോട് പോലും ഒരു കാര്യവും നമ്മൾ ചോദിക്കില്ല, കണ്ടന്റ് ചോദിക്കില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയില്ല. ഇറ്റ്സ് ഹൈലി കോൺഫിഡൻഷ്യൽ. ഇപ്പം ഞാൻ ചെയ്ത ആത്മമിത്രയിലാണെങ്കിലും ടോബേച്ചൻ ചെയ്യുന്ന പ്രോഗ്രാമിലൊക്കെ തന്നെ ഹൈലി കോൺഫിഡൻഷ്യലാണ്. കണ്ടന്റ് പറയേണ്ടതില്ല, കണ്ടന്റ് അവരുടെ മനസ്സിൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും ഒരു രഹസ്യ ദൂഷ്യ സ്വഭാവം എനിക്കുണ്ടെന്ന് വിചാരിക്കാം, ഞാൻ കള്ളം പറയാറുണ്ട് അല്ലെങ്കിൽ മാനേജറെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറയണത്. ആ പറ്റിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ട്രോമയുണ്ട്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊരു 30 പേരുടെ മുമ്പിൽ നിന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു ട്രോമയാവും. അപ്പോൾ ഈ കാര്യം പറയാതെ തന്നെ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് സോൾവ് ആയി കിട്ടും. ഈ 30 പേർക്കും 30 പേരുടെ തലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം അവരുടെ തിങ്കിങ് പാറ്റേണിന്റെ സ്പീഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. അത് ഇൻ ബിറ്റ്വീൻ ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യും? കവറപ്പ് ചെയ്യും. ഷെയർ ചെയ്യല്ല, കവറപ്പ് ചെയ്യും. അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. അതുകൊണ്ടാണ് ഈ 30 നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഓരോരുത്തരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, അവർ പോകുന്നുണ്ട് നമുക്ക് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് 30 അല്ലെങ്കിൽ 100 പേർക്ക് നമുക്കിത് ഡെലിവറി ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബിസിനസ് സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതലാണ്. പിന്നെ ഹോൾഡന്റ് ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും 3 ദിവസം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ 100 പേരെ നമുക്ക് എന്ത് ചെയ്യാം? അക്കോമഡേറ്റ് ചെയ്യാം. എന്റെ സൗകര്യങ്ങൾ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഇവരെ ഫോളോ ചെയ്യാൻ, നമ്മുടെ റിസൾട്ടിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ആരെങ്കിലും എവിടെയും ലോക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാനും ഇന്റർവെല്ലിൽ ആളെ വിളിച്ചിട്ട് എന്നെ പറ്റിയേ ഇത് നടന്നിരുന്നോ, കണ്ടന്റ് ചോദിക്കല്ല ചെയ്യുക, പേഴ്സണലി കണ്ടന്റ് ചോദിക്കില്ല. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഇത് എഴുതി മേടിക്കും, എന്തിനാണ് നിങ്ങൾ വന്നത്. അത് ഞാൻ മാത്രം കാണുന്ന അല്ലെങ്കിൽ ഞാനും അനിലേയും മാത്രം കണ്ട് അത് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവരോട് പെർമിഷൻ ചോദിക്കും നിങ്ങളോട്. കാരണം അവർ കറക്ഷന് വേണ്ടിയാണ് വന്നിട്ടുണ്ടാവുക. ഇപ്പം എൻ്റെ ഗോൾ ഇതാണ്, എനിക്ക് ബിസിനസ് ഇത്ര കോടിയിൽ എത്തിക്കണം, അല്ലെ ഇത്ര ലക്ഷം, ഇല്ല ഇത്ര സ്റ്റാഫിന് ഇത്ര ജോലി ചെയ്യണം, അല്ലെ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടണം, ഇങ്ങനെ സ്വപ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അല്ലെ എനിക്കിങ്ങനെ ട്രോമയിൽ നിന്ന് മോചനം നേടണം, അല്ലെ എൻ്റെ പ്രസംഗം പിന്നെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കും. അപ്പം ഞങ്ങൾ അവരോട് പെർമിഷൻ മേടിക്കും. നിങ്ങളുടെ ഈ പ്രശ്നത്തെപ്പറ്റി നിങ്ങളോട് ഞങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. അല്ലെങ്കിൽ അവരെ ബ്രൂട്ടലി റേപ്പ് ചെയ്തൊരു കേസാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കും. അപ്പം നമ്മൾ അവരോട് ആദ്യം പെർമിഷൻ കൊടുക്കും. എനിക്ക് എൻ്റെ പാസ്റ്റ് ട്രോമയിൽ നിന്നും പിൻവാങ്ങണം എന്ന് മാത്രം എഴുതിയാൽ മതി, പ്രശ്നം എഴുതണ്ട. ചോദിക്കാൻ പറ്റാത്ത കേസാണ്, ചോദിക്കുമ്പം അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ മതി, നോ ഇഷ്യൂസ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുക. ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അപ്പോൾ അവർ പറയും ഇന്നതാണ് കാര്യം, അവർ പറയുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യും എന്നല്ല പറയണത്, ആ ക്ലിയർ ചെയ്യാനുള്ള പാതയിലേക്ക് എത്തിക്കും. അവർ ബാക്കി ഫോളോ അപ്പിലൂടെ ബാക്കി ചെയ്യും. ഒത്തിരി മിറക്കുലസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് പറയാം. അതിനാണല്ലോ നമ്മളിവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എന്താണ് NLP, അതുപോലെ മെന്റൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ അടുത്ത ഭാഗത്തിലാണെന്ന് മാത്രം കേട്ടോ. സോ ഇത്രയും നേരം ഉയരയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു തന്നത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ലൈഫ് കോച്ചും ഓതറുമായിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സാർ ഒരുപാട് താങ്ക്സ്. നമ്മൾ ഇനി അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടും. ആൻഡ് സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.